Hi friends, welcome to VM's vlog. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSIR-യുടെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ട്രിവാൻഡ്രത്തുള്ള സ്ഥാപനത്തിന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നോക്കാം നമുക്ക് വിശദമായ നോട്ടിഫിക്കേഷൻ. ഇതിൽ ആദ്യത്തെ ടെക്നീഷ്യന്റെ പോസ്റ്റ് വരുന്നത് ജനറൽ കാറ്റഗറിക്കാർക്കാണ്. ഒരു വേക്കൻസി ആണുള്ളത്. ഏജ് ലിമിറ്റ് 28 വയസ്സാണ് കൊടുത്തിട്ടുള്ളത്. സാലറി പാക്കേജ് വരുന്നത് 19,900 മുതൽ 63,200 രൂപ വരെയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സയൻസ് സബ്ജക്റ്റിൽ 55% മാർക്കോട് കൂടി SSLC പാസ്സായിരിക്കണം. പ്ലസ് ITI സർട്ടിഫിക്കറ്റ് NCVT അല്ലെങ്കിൽ KGCE വെൽഡിങ്ങിൽ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 2 വർഷത്തെ അപ്രന്റീഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. രണ്ടാമത് വരുന്ന ടെക്നീഷ്യന്റെ പോസ്റ്റിൽ ഒരു വേക്കൻസി ആണുള്ളത്. അത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറിക്ക് വരുന്നതാണ്. അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 28 വയസ്സാണ്. സാലറി സ്കെയിലൊക്കെ സെയിം തന്നെയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും സെയിം തന്നെയാണ്. മൂന്നാമത്തെ പോസ്റ്റ് ടെക്നീഷ്യന്റെ വരുന്നത് OBC-ക്കാർക്ക് റിസർവ്ഡ് ആയിട്ടുള്ള പോസ്റ്റാണ്. സാലറി സ്കെയിൽ സെയിം തന്നെയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് 55% മാർക്കോട് കൂടി SSLC പ്ലസ് ടൂൾ ആൻഡ് ഡൈയിൽ NCVT അല്ലെങ്കിൽ സ്റ്റേറ്റ് KGCE ITI സർട്ടിഫിക്കറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ സെയിം ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്. അടുത്ത ടെക്നീഷ്യന്റെ പോസ്റ്റ് വരുന്നത് PWD കാറ്റഗറിക്ക് റിസർവ്ഡ് ആണ്. 1 ഹാൻഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അവരുടെ അഭാവത്തിൽ ജനറൽ കാറ്റഗറിക്കാർക്ക് ആ പോസ്റ്റ് വരുന്നതാണ്. സാലറി സ്കെയിലൊക്കെ സെയിം തന്നെയാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് സയൻസ് സബ്ജക്റ്റിൽ 55% മാർക്കോട് കൂടി SSLC പ്ലസ് ITIയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്. ഇതിൽ നാഷണൽ അതായത് NCVT അല്ലെങ്കിൽ KGCE സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 2 വർഷത്തെ അപ്രന്റീഷിപ്പ് എക്സ്പീരിയൻസ് സെയിം ഫീൽഡിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് ആദ്യം ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഒരു റിട്ടേൺ എക്സാമും കൂടി ഉണ്ടാവും. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ആദ്യം തന്നെ വിളിക്കുന്നത് ട്രേഡ് ടെസ്റ്റിന് വേണ്ടിയാണ്. അപ്പോൾ ടെസ്റ്റ് പാസ്സായവരെ മാത്രമേ എക്സാമിന് വിളിക്കുകയുള്ളൂ. ചെറിയൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആണ് ഉണ്ടാവുക. 150 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 2.5 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും. SSLC അല്ലെങ്കിൽ ITI ബേസ്ഡ് അല്ലെങ്കിൽ +2 ബേസ്ഡ് ആയിരിക്കും സിലബസ് ഉണ്ടായിരിക്കുക എക്സാമിൻ്റെ. NIIST.RES.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ ജൂൺ 5 വൈകിട്ട് 5:30 വരെ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ മുന്നേ ആയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്ത് തീർക്കണം. 100 രൂപ എക്സാം ഫീ അടയ്ക്കാനുണ്ട്. നെറ്റ് ബാങ്കിങ് വഴി അടയ്ക്കാവുന്നതാണ്. അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും കോപ്പീസ് അറ്റാച്ച് ചെയ്യുക. അത് ഓഫ്ലൈൻ ആയിട്ട് കൂടി അപ്ലൈ ചെയ്യാനുണ്ട്. ഈ അഡ്രസ്സിലാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. കൺട്രോളർ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ CSIR-NIIST ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് P.O ട്രിവാൻഡ്രം. സ്ത്രീകൾ SC/ST കാറ്റഗറി, PWD കാറ്റഗറി, അതുപോലെ CSIR എംപ്ലോയീസിന് ഫീ അടയ്ക്കേണ്ടതായിട്ടില്ല. ബാക്കി എല്ലാ കാറ്റഗറിക്കാരും ഫീ അടയ്ക്കണം. ഒന്നിൽ കൂടുതൽ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും വേണം. സെപ്പറേറ്റ് ഫീയും അടയ്ക്കണം. ഹാർഡ് കോപ്പി കൂടി കിട്ടിയാലേ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഹാർഡ് കോപ്പി അയക്കാൻ ആരും മറന്നു പോകരുത്. ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 7 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കണം. ഒന്ന് ഫീ അടച്ചതിൻ്റെ പ്രൂഫ്, രണ്ടാമത്തത് ഫോട്ടോഗ്രാഫിൻ്റെ മേലെ സൈൻ ചെയ്യാൻ മറക്കരുത്. SSLC സർട്ടിഫിക്കറ്റ് ഓർ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്. നാലാമത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും. 5-മത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ. എല്ലാത്തിനും പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് തന്നെ വേണം ഇത് അടിച്ചുണ്ടാക്കാൻ. ഈ ഫോർമാറ്റുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് എല്ലാ കോപ്പീസും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലാതെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഗസറ്റഡ് ഓഫീസർ കൊണ്ട് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി കൂടി വെച്ചിട്ട് വേണം അയക്കാൻ. ഈ നോട്ടിഫിക്കേഷൻ അയക്കുന്നത് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നും വിവിധ തരത്തിലുള്ള ജോബ് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വിവരം എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി കാണാം.